എൻ്റെ പേര് ആൻസി എൽദോസ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു. എൻ്റെ മകൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി മാതാവിനോട് അപേക്ഷിക്കുന്നത്. അവന് മാർക്ക് വളരെ കുറവായിരുന്നു. ഞാനിവിടെ വന്ന ആരാധന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് 90% മാർക്ക് അമ്മ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ആരാധന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ കണ്ണു തുറന്നപ്പം അമ്മ എനിക്ക് തന്നു എന്നുള്ളൊരർത്ഥം എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ഞാൻ മകനോട് ഞാൻ പറഞ്ഞു, മോനെ അമ്മ മാതാവിനോട് മാർക്ക് ചോദിച്ചിട്ടുണ്ട്, അത് അമ്മ തരൂട്ടോ എന്ന് പറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു എത്രയാണ് അമ്മ ചോദിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, അത് നിൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കും, അമ്മ അത് തരുമെന്ന് പറഞ്ഞു. അവൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 90% മാർക്കാണ് ചോദിച്ചത്. അവനെ എല്ലാ വിഷയങ്ങൾക്കും 90% മാർക്ക് കൊടുത്ത് അമ്മ അന്ന് അവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവന് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് അവന് സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ 7 ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടു. ആ കാശുമായി ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു. ഞാൻ ആ ഉടമ്പടി പത്രത്തിൽ ആ 7 ലക്ഷം രൂപ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ കാശ് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട, അല്ലാണ്ട് തന്നെ അമ്മ അവനൊരു സീറ്റ് അമ്മ കൊടുക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങൾ പൈസ കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞു, പോയിക്കോളൂ, നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാണ്, അവനൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ എക്സാമിൽ അവൻ ഫെയിലായി. അതിനുശേഷം അവർ ഞങ്ങളെ വിളിച്ച് ആ കാശ് ഞങ്ങൾക്ക് അവർ തിരിച്ചു തന്നു. അതിനുശേഷം മോൻ ആ കോളേജിൻ്റെ കീഴിൽ തന്നെയുള്ളൊരു കോളേജിൽ അവനൊരു എക്സാം എഴുതുകയും റാങ്കോട് കൂടി അവൻ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം അവന് കുറച്ച് സപ്ലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ കാശ് രൂപം 2018 ഉടമ്പടി എത്തിയതിന് ശേഷം കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എൻ്റെ കാശ് രൂപം ഒന്ന് നഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ജപമാല കോർക്കുമായിരുന്നു. ജപമാല കോർത്ത് ഞാൻ എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് കാശ് രൂപം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കൊരു കാശ് രൂപം ഇല്ല അമ്മ, എനിക്കത് ഭയങ്കര സങ്കടം തന്നെയാണ്, എൻ്റെ കാശ് രൂപം കാണാനില്ലല്ലോ. അപ്പോൾ അന്നേരം ഇവിടെ ജോസഫ് അച്ഛൻ പറയുകയും ചെയ്തു, പഴയ കാശ് രൂപം ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് മാറ്റി മേടിക്കാമെന്ന് പറയുകയും ചെയ്തു. എൻ്റെ കയ്യിൽ പഴയ കാശ് രൂപവും ഇല്ല. ഇപ്പം 2024 ഞാൻ 3ാമത്തെ പുതുക്കലിൻ്റെ സമയത്തായിരുന്നു. വീട്ടിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ടും മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാതാവ് എൻ്റെ അടുത്ത് എവിടെയോ ഉള്ളതുപോലെ തോന്നി. ഞാൻ എപ്പോൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും ഞാൻ മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ചൊല്ലാറ്. അപ്പോഴും ഞാൻ പറയും, എനിക്ക് സങ്കടമാണ് അമ്മ, എനിക്കൊരു കാശ് രൂപം ഇല്ലല്ലോ എന്ന് പറയുമായിരുന്നു. 3ാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കാറിലായിരുന്നു പോയത്. ആ പോണ സമയം വരെ കാറിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാശ് രൂപം ഞാൻ കണ്ടില്ല. 2018 നഷ്ടപ്പെട്ട ആ കാശ് രൂപം 2024 ആയപ്പോൾ ആ കാറിൻ്റെ അകത്ത് ഞാൻ ഇരുന്ന സീറ്റിൻ്റെ എൻ്റെ അരികിൽ ആ പഴയ കാശ് രൂപം അതെങ്ങനെ വന്നു എന്ന് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു പിടുത്തവും എനിക്ക് കിട്ടാനില്ല. ആ കാശ് രൂപം നിലത്ത് കിടന്ന് കിട്ടി. എത്രയോ പ്രാവശ്യം വണ്ടിയിൽ വാഹനങ്ങൾ യാത്ര പോയേക്കണം, എത്രയോ പ്രാവശ്യം വണ്ടി ഞങ്ങൾ ക്ലീൻ ചെയ്തേക്കണു. ആ കാശ് രൂപം അവിടെ കണ്ടിട്ടുണ്ടായില്ല. ഭയങ്കര സന്തോഷം തോന്നി. ഓടി ഇവിടെ വന്ന് എനിക്ക് പുതിയ കാശ് രൂപം എനിക്ക് വേറെ കിട്ടി. അതുപോലെ എനിക്ക് ബാത്റൂമിൽ പോയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് ഭയങ്കര പുകച്ചിലായിരുന്നു. കുറേ നാൾ ഒരു 1.5 വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചു. എനിക്കൊരു കുറവും ഉണ്ടായില്ല. ഞാനിവിടെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖമോ രോഗമോ ഒന്നുമില്ല. എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയും വേദനയും പുകച്ചിലുമായിരുന്നു. അതെല്ലാം എനിക്ക് മാറിക്കിട്ടി. പിന്നെ മോന് സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സപ്ലി എഴുതുന്ന ഗ്യാപ്പിൽ അവൻ ഒരു 6 മാസത്തെ കോഴ്സ് അവൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, 6 മാസത്തെ കോഴ്സേ ഉള്ളമ്മ, അവനൊരു ജോലി വേണമല്ലോ, അമ്മ കൊടുക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. ഞാൻ എന്നിട്ടൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ അമ്മ അവനൊരു ജോലി വാങ്ങിക്കൊടുക്കണേ എന്ന് പറഞ്ഞു. അവന് ടെക്നോ പാർക്കിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു. അവനതിന് അവിടെ അറ്റൻഡ് ചെയ്തു. അവൻ്റെ ഓഫർ ലെറ്റർ വന്നപ്പം അതിൻ്റെ അകത്ത് എഴുതി വെച്ചത് ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ ചെന്ന് ജോയിൻ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ മകൻ അവിടെ 2 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കി മോൻ പറയും. എൻ്റെ പേര് അമൽ എൽദോസ്. 2024 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്.
അമ്മ പറഞ്ഞ പോലെ ബിടെക് പഠിക്കുന്ന സമയത്ത് ഞാൻ ബിടെക് സിവിലാണ് പഠിച്ചത്. ഒത്തിരിയേറെ സപ്ലി ഉണ്ടായിരുന്നു, 20ഓളം സപ്ലിയിൽ എനിക്ക് ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ എഴുതിയെടുക്കും എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോഴാണ് ഞാൻ ഈശോയോടും മാതാവിനോടും ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈശോയോടും മാതാവിനോട് പറഞ്ഞു, എന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ, എനിക്കൊരു ഉത്തരം തന്നെ, ഞാൻ ഹെൽപ്ലെസ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാനെടുത്ത് നോക്കിയപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ആ നോട്ടിഫിക്കേഷൻ മാത്രം ആണെന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഞാനെടുത്ത് നോക്കിയപ്പോൾ എഫേസസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യമാണ് എനിക്ക് കിട്ടിയത്. ഫോർ ഇറ്റ് ഇസ് ബൈ ദി ഫ്രീ ഗ്രേസ് ഗോഡ്സ് അൺമെറിറ്റഡ് ഫേവർ ദാറ്റ് യു ആർ സേവ്ഡ് എന്ന് പറഞ്ഞൊരു ഇതെനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈശോ മാധവൻ എന്നോട് ഡയറക്റ്റ് സംസാരിച്ചാണ്. ഞാൻ ഒത്തിരി ഹാപ്പിയായി. അതിനുശേഷം കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ ആ എക്സാംസ് മൊത്തം എഴുതിയതിന് ശേഷം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആ 20 പേപ്പറും ഉണ്ടായത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് എൻ്റെ ആ 20 പേപ്പറും ക്ലിയർ ആയി കിട്ടി. അതിനുശേഷം എബ്രോഡ് പോകാൻ വേണ്ടി ഞാൻ ബിടെക് പഠിച്ചതിന് ശേഷം എബ്രോഡ് പോകാൻ വേണ്ടി എനിക്ക് 10ഓളം പേപ്പേഴ്സ് ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയെ സംസാരിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു ഒരു 2 months ഓളം എടുക്കും മിനിമം അത് കൈ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞ് പോവും, എനിക്ക് ഈ വർഷം തന്നെ കയറി പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് അമ്മ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തന്നെ ഒരാഴ്ചക്കുള്ളിൽ ആ 10 സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലേക്ക് തന്നു. ഫൈനൽ ഡിഗ്രി അതൊഴികെ ബാക്കിയെല്ലാം കിട്ടി. അപ്പോൾ ഫൈനൽ ഡിഗ്രി കൂടി നമുക്ക് ആവശ്യമാണ്, ചോദിച്ചാൽ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഫൈനൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് 2024 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഓൺലൈൻ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു. ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി. എനിക്ക് ഡെഡ് ലൈനിന് മുന്നേ എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം IELTS-ൻ്റെ ഇതായിരുന്നു. IELTS ഇതുപോലെ എഴുതുന്ന സമയത്ത് തന്നെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് എന്താ എഴുതണേ എന്താ പറയണതെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ ആ കാശ് രൂപം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ കാശ് രൂപം പിടിച്ച് മാതാവെ കൂടെ ഉണ്ടാവണമെന്നും പറഞ്ഞ് എഴുതി ഒറ്റ ട്രൈ തന്നെ IELTS-ഉം പാസ്സായി. അതിന് ഒത്തിരി നന്ദിയുണ്ട്. അതിനുശേഷം ഇപ്പോൾ അബ്രോഡ് പോകുന്നതിൻ്റെ ശ്രമത്തിൽ ഇപ്പോൾ ദുബായിൽ എനിക്ക് നല്ലൊരു കമ്പനിയിൽ സിവിൽ എഞ്ചിനീയറായി എനിക്കിപ്പോൾ ജോലി കിട്ടി. ഞാൻ അമ്മ പറഞ്ഞ പോലെ കഴിഞ്ഞ ജോലി ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ കിട്ടണമെന്നാണ് പറഞ്ഞത്. ഈ ജോലിയും അങ്ങനെ ഡേറ്റിട്ടാണ് പ്രാർത്ഥിച്ചത്, 15-ാം തീയതിക്കുള്ളിൽ കിട്ടണം. അപ്പോൾ 15-ാം തീയതിക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ടിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഓഫർ ലെറ്ററും ഇൻ്റർവ്യൂ ഒക്കെ വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിസയും ടിക്കറ്റൊക്കെ കമ്പനി തന്നെ എനിക്ക് എടുത്തു തന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 14-ാം തീയതി ദുബായിക്ക് പോവുകയാണ്. ഇത് എല്ലാം ചെയ്തു തന്നത് എല്ലാം ഒന്നും ഞാൻ നേടിയതല്ല, എല്ലാം ഈശോയും മാതാവും എനിക്ക് തന്നതാണ്. 1000 നന്ദി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ പറയാൻ വൈകിയതിനെ ഓർത്ത് ഈശോയോടും അമ്മയോടും മാപ്പ് ചോദിക്കുന്നു. പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ മോന് സാലറിയൊക്കെ കിട്ടുന്ന സമയത്ത് ഫുഡ് കൊടുക്കുകയും വിശുദ്ധ തൈലം രോഗികൾക്ക് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.